അപ്പോൾ അതുപോലെ തന്നെ ഈ ഗീവ് അവേ കിട്ടുമ്പോൾ വിന്നറിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. 24-ാം തീയതി നമ്മൾ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം ഈ മാസം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന അഡീഷണൽ ആയിട്ടൊരു 10% കൂടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. അത് ഫോളോവേഴ്സിന്. അതെ. അബ്ബ ഓൺലൈൻ ഷോപ്പ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ പേജിന് ഇത് വരുന്നത്. അപ്പൊ പിന്നെ എൻ്റെ Arjun_photography. അപ്പോൾ ഈ 2 പേജും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ 5 ഫ്രണ്ട്സിന് ഈ നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 51 വണ്ടികൾ ഗീവ് അവേ ചെയ്യാൻ വേണ്ടിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം 51 വണ്ടികൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും അൺബോക്സ് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ടൈമിൽ പലരും ചോദിക്കാറുണ്ട്, ചേട്ടാ വണ്ടി തരാമോ, ഗീവ് അവേ ചെയ്യാമോ, ഫ്രീ ആയിട്ട് തരാമോ എന്നൊക്കെ. അപ്പം ശരിക്കും ഞാനൊരു കളക്ടറാണ്. അപ്പം ഞാൻ കുറേ വണ്ടികൾ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് കളക്ട് ചെയ്യുന്ന വണ്ടികളാണ്. അതുകൊണ്ടാണ് കൊടുക്കാത്തതും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റാഞ്ഞതും. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 51 വണ്ടികൾ ഗീവ് അവേ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ എറണാകുളത്തെ അബ്ബ ഷോപ്പാണ് നമുക്ക് ഈ വണ്ടികളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത് ഗീവ് അവേക്ക് വേണ്ടി. അപ്പം നമുക്ക് ഈ വണ്ടികൾ തന്ന അബ്ബയുടെ നമ്മുടെ ഓണറിനെ വിളിക്കാം, അനീഷ് ചേട്ടൻ. അപ്പം പുള്ളിയായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ ചേട്ടനാണ് നമുക്ക് ഈ വണ്ടികളെല്ലാം ഗീവ് അവേ തന്നത്. അപ്പം എന്താണ് പറയാനുള്ളത്? ഇത്രയും വണ്ടികൾ എന്തുകൊണ്ടാണ് ഗീവ് അവേ എന്ന് പറഞ്ഞ് തരാൻ കാരണം? നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനുള്ള എൻ്റെ ഒരു സമ്മാനമാണ്. ഓക്കെ. ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഞാൻ മിക്കപ്പോഴും സ്കെയിൽ മോഡൽസ് ഒക്കെ മേടിക്കാറ്. എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ സ്ഥലം ഏതായിരുന്നു? നമ്മുടെ ഗോശ്രീ ജംഗ്ഷൻ. എനിക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒരു സ്ഥലം വൈപ്പിൻ. അപ്പം അവിടെയാണ് ചേട്ടൻ്റെ കട. അൽസാജിൻ്റെ ഹോട്ടലിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട്. അപ്പം എന്ന് പോയാലും വെറൈറ്റി ആയിട്ടുള്ള പല വണ്ടികൾ അവിടെ കാണാറുണ്ട്. അപ്പം ഇപ്പോഴും കുറേ നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു ഇത് കസ്റ്റമേഴ്സിന് വേണ്ടി അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി കൊടുക്കുന്നതാണ്. ശരിക്കും 51 വണ്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കറിയാവുന്നവരാരും ഇതുപോലെ ഗീവ് അവേ കൊടുത്തിട്ട് എല്ലാ സ്കെയിലും ഉണ്ട്. നമ്മളവിടെ സെയിലുള്ള എല്ലാ സ്കെയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നല്ല പക്ക ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള മോഡൽസ് ആണ് ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പം ചേട്ടന് ഏതൊക്കെ വണ്ടിയാണ്? ഫസ്റ്റ് 1:18 സ്കെയിൽ വരുവാണെങ്കിൽ? അതെ, 1:18 സ്കെയിലിൽ നമ്മൾ ഒരെണ്ണം ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് ആയിട്ട് 1:18 സ്കെയിലിൽ ലാൻഡ് ക്രൂയിസർ ആണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലാൻഡ് ക്രൂയിസറിന് കുറേയധികം പ്രത്യേകത ഉണ്ടോന്ന് തോന്നുന്നല്ലോ. അതെ. അപ്പോൾ ഈ ഒരു ലാൻഡ് ക്രൂയിസർ സംഭവം അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അതെ. അതുപോലെ ഡോസും ലൈറ്റും എല്ലാ ഡോറും എല്ലാ ലൈറ്റും ഒക്കെ ഓപ്പൺ ആവും. ഓക്കെ. അതെ. അടിപൊളി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മൂവിംഗ് ആയിട്ടുള്ള ലൈറ്റാണ്. 18 സ്കെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നവരൊക്കെ 18 സ്കെയിലാണ്. ഡീറ്റെയിലിംഗ് കൂടുതലായിരിക്കും 18 സ്കെയിലിൽ. ഓക്കെ. അതെ. അടിപൊളി. പിന്നെ അതുപോലെ തന്നെ വേറെ രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ ചേട്ടൻ ഏതാ വണ്ടികൾ പോവാറ് സെയിലിന്? എല്ലാ സ്കെയിലും പോകണം. ഹോട്ട് വീൽസും ഒക്കെ. പിന്നെ എല്ലാ സ്കെയിലും 24 സ്കെയില്, 32 സ്കെയില്, അതുപോലെ തന്നെ 36 സ്കെയില്, 43 സ്കെയില്, അങ്ങനെ 64 സ്കെയിൽ, ഇങ്ങനെ എല്ലാ സ്കെയിലും നമ്മുടെ അടുത്ത് വണ്ടികളുണ്ട്. ശരിക്കും കുട്ടികളാണ് വരുന്നത്, മുതിർന്നവരാണ് ഏറ്റവും കൂടുതൽ വരാറ്? കുട്ടികളാണ് ശരിക്കും ഇതിന്റെ കുട്ടികളുടെ മനസ്സുള്ളവരാണ് സത്യത്തിൽ ഇത് കളക്ട് ചെയ്യുന്നത്. മനസ്സുള്ളവര്, അതായത് ഇതിന് പ്രായം എന്നുള്ളൊരു ഇതില്ല. വലിയ ആൾക്കാരും കുട്ടികളും ഒക്കെ ഇതിന്റെ കളക്ട് ചെയ്യും. 10, 65, 70 വയസ്സുള്ളവരൊക്കെ വരാറുണ്ട്. തീർച്ചയായിട്ടും. അവരൊക്കെ ഭയങ്കരമായിട്ടും വർഷങ്ങളായിട്ട് കളക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. ഓക്കെ. അതുപോലെ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഈ ഡൈകാസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെക്ഷനിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള കാരണം? ചേട്ടന് ഇതിനോടുള്ള ഒരു പാഷൻ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും എനിക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ട്. ഓക്കെ. വണ്ടികളെ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ, അതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. ഓക്കെ. പിന്നെ നമുക്ക് ഈ മിനിയേച്ചറുകളോട് ഭയങ്കര താല്പര്യമാണ്. മിനിയേച്ചർ കാറുകൾ, അങ്ങനെ എല്ലാത്തിനോടും ഒരു താല്പര്യമുണ്ട്. ചെറിയ കളക്ഷൻ ഉണ്ട്, വലിയ ഒരു കളക്ടർ ഒന്നും അല്ലെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ടോയ്സ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്റെ മനസ്സിലൊരു കുട്ടിത്തുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ടോയ്സിന്റെ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് 2 മക്കളാണ്. അപ്പൊ അവര് കടയിലോട്ട് വണ്ടി വേണം. തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് വണ്ടികൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെറിയ മോന് സത്യത്തില് മിനിയേച്ചറുകളോട് പ്രത്യേക ഇഷ്ടം. കുഞ്ഞു ഒറിജിനൽ വണ്ടികളുടെ മിനിയേച്ചറുകളോട് പ്രത്യേക താല്പര്യം. എനിക്ക് ശരിക്കും അതാണ് ഒരു കൂടുതൽ പ്രചോദനം ഉണ്ടായത്. അതെ. അപ്പം ഞാൻ പിന്നെ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അത്യാവശ്യം നമുക്ക് നല്ല കസ്റ്റമേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, കൂടുതൽ ആൾക്കാരെ ഒന്ന് ഫോളോ ചെയ്ത് കിട്ടണം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിൽ ചെയ്യുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ അർഹതപ്പെട്ട എല്ലാവർക്കും കിട്ടണം. അതായത് നമ്മളിത് 51 പേർക്ക് ഇതിന്റെ പ്രചോദനം ഉണ്ടാവും, ഇതിന്റെ പ്രയോജനം ഉണ്ടാവും.
അപ്പം 1/18 സ്കെയിലാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അടുത്ത സ്കെയിൽ ഏതൊക്കെയാണ്? അടുത്തത് നമ്മൾ 24 സ്കെയിൽ 1/24 സ്കെയില് 10 കൊടുക്കുന്നുണ്ട്. 10 അത് 10 പേർക്കായിട്ട് 10. സ്കൈലൈൻ ഒക്കെ ഉണ്ടല്ലോ. അതെ സ്കൈലൈൻ ഉണ്ട്, മസ്തയുണ്ട്, ഓഡി RX6 ഉണ്ട്, പിന്നെ M3. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇങ്ങനത്തെ ഒരു ഷോപ്പ് തുടങ്ങിയ പിന്നെ വണ്ടികളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും പല ആൾക്കാരുടെ അടുത്തും നമ്മൾ പലവരായിട്ടും ഒരുപാട് കളക്ടേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് ഇത് കളക്ട് ചെയ്യുന്ന വർഷങ്ങളായിട്ട് കളക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരായിട്ട് പിന്നെ കൂടുതൽ വെറൈറ്റികൾ കാണുമ്പോൾ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ പല ആൾക്കാർ പല ഏജ് ലിമിറ്റിലുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ബിസിനസ്. കാരണം കുട്ടികൾ, അതുപോലെ മുതിർന്നവര്, അതുപോലെ തന്നെ അങ്ങനെ പല സെക്ഷൻസിലുള്ളവരും, പിന്നെ അതുപോലെ പല പ്രൊഫഷനിലുള്ളവരും ഈ ഇതിനോടുള്ള ക്രൈസ്. പോലീസ് ഓഫീസേഴ്സ് വല്ലതും ഉണ്ടോ ഇതിനോട്? തീർച്ചയായിട്ടും പോലീസ് ഓഫീസേഴ്സ് മാത്രമല്ല, ഒരുവിധം എല്ലാ മേഖലയിലുള്ള ഡോക്ടർമാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പല സ്ഥലത്തു നിന്നുമുള്ള ആൾക്കാർ, പുറത്തുനിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊറിയർ ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരുടെയൊക്കെ എൻക്വയറീസ് ഉണ്ടാവും. അപ്പം നമ്മൾ അവരൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ അവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ബെസ്റ്റ് റേറ്റിലാണ് അവർക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നത്. പ്രൈസ് മാക്സിമം നമ്മൾ ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് നല്ല സാധനം റേറ്റ് കുറച്ച് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. അടിപൊളി. ഈ ഇപ്പൊ സ്കൈലൈൻ 2 ഉണ്ടെന്ന് തോന്നുന്നല്ലേ? സ്കൈലൈൻ 32 സ്കെയിലില് പോൾ വാക്കറിന്റെ ഇതുണ്ട്, നമ്മുടെ ഇതും ഈ 24 സ്കെയിലില് ബ്ലൂ പോൾ വാക്കർ. കൂടുതൽ കളക്ടേഴ്സ് ഞാൻ ആക്ച്വലി 1/18 സ്കെയിൽ മോഡലാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഹോട്ട് വീൽസിലോട്ട് വന്നപ്പോൾ 1/64 ആയി. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 1/64 സ്കെയിലാണ് കൂടുതൽ കളക്ഷൻസ്. ചേട്ടൻ എങ്ങനെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് 1/64ലാണോ? 64 എന്ന് പറഞ്ഞാൽ കളക്ടേഴ്സിന്റെ ഓരോ ഇതുണ്ട്. മെയിൻ ആയിട്ട് ഹോട്ട് വീൽസ് കളക്ട് ചെയ്യുന്ന കുറെ കളക്ടേഴ്സ് അവർ ഹോട്ട് വീൽസ് മാത്രം കളക്ട് ചെയ്യുന്നവരാണ്. എല്ലാ സ്കെയിലും കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഹോട്ട് വീൽസും മറ്റുള്ള സ്കെയിലും ഒക്കെ കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ കൂടുതലും ഈ 64 സ്കെയിലിന്റെ കളക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഈ ഹോട്ട് വീൽസ് മാത്രമല്ല വേറെ പല ബ്രാൻഡുകളുടെയും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹോട്ട് വീൽസ് കാരണം ഫ്രണ്ട്ഷിപ്പ് വരെ പോയിട്ടാണെന്ന്. തീർച്ചയായിട്ടും അത് ഒരു സത്യമാണ്. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഒരു ഹോട്ട് വീൽസിന്റെ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ സത്യത്തിൽ ഓൺലൈൻ ചെയ്യുന്നില്ല, ഷോപ്പിലുള്ള സെയിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കസ്റ്റമർ തന്നെ ചിലപ്പോൾ വിളിക്കും, ചേട്ടാ എനിക്ക് ആ സാധനം ഒന്ന് മാറ്റി വെച്ചേക്കും. നമുക്കൊരു ബോക്സിൽ 1 അല്ലെങ്കിൽ 2 അതിന്റെ മെയിൽ ലൈൻസ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഫാന്റസി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് 1 പീസ് 2 പീസ് എല്ലാവർക്കും ചിലപ്പോൾ അതിനകത്ത് മെയിൻ പ്രധാനപ്പെട്ട കാറുകൾ മാത്രമായിരിക്കും വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഷോപ്പിൽ മാത്രമായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ചിലര് ഈ പിണങ്ങി പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് തരാത്തതാണെന്ന് വിചാരിക്കും. ഞാൻ എല്ലാവരോടും പിന്നെ കണ്ട ഒരു സംഭവിച്ച 2 ടൈപ്പ് ഓഫ് സെക്ഷൻസ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് ഇതിനോട് പാഷൻ ആയിട്ടുള്ളതും, പിന്നെ രണ്ടാമത് ഈ ഹോട്ട് വീൽസ് ട്രെൻഡിങ് ആയപ്പോഴത്തേക്കും ഇത് എന്താണെന്നറിയാതെ ഇത് മേടിക്കാൻ വേണ്ടി മാത്രം, അത് ചുമ്മാ വണ്ടികളൊന്നും അറിയത്തില്ല പക്ഷെ ചുമ്മാ മേടിച്ചു. അങ്ങനെയുണ്ട്. ചില ആൾക്കാര് കൂടുതലും ഈ ഹോട്ട് വീൽസിന് ഒരു ട്രെൻഡിങ് ആയത് ഇപ്പൊ അടുത്താണ്. അപ്പം ഇപ്പൊ സാധനം ശരിക്കും കിട്ടാനും ഇല്ലാത്തൊരു അവസ്ഥയിലായി. അപ്പൊ ആൾക്കാർക്ക് ഈ കിട്ടാത്ത സാധനത്തിനോട് പ്രത്യേക ഒരു ആകർഷണം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാണ്ടെയും ചില ആൾക്കാർക്ക് ചിലപ്പം മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഹോട്ട് വീൽസുകൾ ഇറങ്ങുന്നുണ്ട്. അത് ശരിക്കും ഹോട്ട് വീൽസിനെ അറിയുന്നവർക്ക് അത് എടുക്കില്ല, അറിയാത്തവർ ആ സാധനം പോയി പെടും. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ വണ്ടികളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പം 1:24 സ്കെയിലിൽ ഇപ്പം നമ്മുടെ അടുത്ത് മസ്തയുണ്ട്. മസ്ത RX7. ഇത് എനിക്ക് ഡോർസും പിന്നെ ലൈറ്റ്സും നല്ല വർക്ക് ചെയ്യും. അതെ എല്ലാ ഡോറും ഡിക്കി ബോണറ്റും ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. പോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. മെയ്ഡ് ഇൻ ഹോങ്കോങ് ആണോ? മെയ്ഡ് ഇൻ ഹോങ്കോങ്, ചൈന, അങ്ങനെ പല രാജ്യത്തു നിന്നും വരുന്നുണ്ട്. അതെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അതെ. പിന്നെ ഇത് നമ്മുടെ ഓഡിയുടെ RS6 എന്ന് പറഞ്ഞിട്ട് മോഡലാണ്. എല്ലാ ഡോറ് ഡിക്കി ബോണറ്റ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കൊന്ന് മാർക്കോസ് എന്ന് ഇറങ്ങിയതിനു ശേഷം ഡിഫൻഡറിന്റെ പല കളർ വേരിയേഷൻസും ഉണ്ട്. ഇതിന്റെ ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പല കളറുകളും വരുന്നുണ്ട്. നമ്മുടെ പ്രൈസ് 24 സ്കെയിലിനൊക്കെ അഫോർഡബിൾ പ്രൈസ് തന്നെ ഉള്ളൂ. അതെ. ഇപ്പം നമ്മളിപ്പം ഈ ഒരു ഗീവ് അവേയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു മാസം അവസാനം വരെ നമ്മുടെ ഫോളോവേഴ്സായ ആൾക്കാർ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 10% കൂടെ ഡിസ്കൗണ്ട് കൊടുക്കാൻ അങ്ങനെ ഒരു പരിപാടിയും കൂടെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതെ. അപ്പം ഇത് ജീവാഗൻ, എല്ലാ ഡോറ് ഡിക്കി ബോണറ്റ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യും. ഇതും 24 സ്കെയിലാണ്.
ഇതിൻ്റെ എല്ലാം ഓപ്പൺ ചെയ്യാം. ഓക്കെ. ലൈറ്റ്, സൗണ്ട്, കാര്യങ്ങളൊക്കെ. ചിലർ EMI-യിലും എടുക്കുന്നവരുണ്ടോ ഇങ്ങനെ ഈ വണ്ടികളൊക്കെ? EMI-യിൽ എടുക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിപ്പം EMI സ്കീമിലാണ്. അതായത് EMI-യുടെ ഒരു ആവശ്യം വരുന്നില്ല, അതിനുള്ള പ്രൈസേ വരുന്നുള്ളൂ. അതെ. അപ്പൊ നമ്മളവിടെ 24 സ്കെയിൽ എന്ന് പറയുമ്പോൾ 1200 രൂപ മുതൽ 24 സ്കെയിൽ ഉണ്ട് അവിടെ. മാക്സിമം 2000 രൂപയ്ക്ക് മുകളിലൊന്നും നമ്മളവിടെ 24 സ്കെയിൽ ഇല്ല. പിന്നെ ഉള്ളത് ബുറാഗോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, മൈസ്റ്റോൻ്റെ ഉണ്ട്. അതാകുമ്പോൾ 2200 ആ ഒരു റേഞ്ച്. അപ്പൊ ഞാൻ എല്ലാത്തിനും 10% ഡിസ്കൗണ്ട് കൊടുക്കാൻ. ഹോട്ട് വീൽസ് പർച്ചേസ് ചെയ്താലും 10% ഡിസ്കൗണ്ട്, MRP 10%. ഹോട്ട് വീൽസിന് 10% ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും. അതായത് ഈ മാസം ഹോട്ട് വീൽസിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അത് ബൊറാഗോന്റെ ആണെങ്കിലും മൈസ്റ്റോന്റെ ആണെങ്കിലും ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ കൊടുക്കുന്ന നിലവിൽ അവിടെ എന്ത് പ്രൈസിനാണോ സെയിൽ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഓഫർ ഇട്ടിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം ഈ മാസം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന അഡീഷണൽ ആയിട്ടൊരു 10% കൂടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. അത് ഫോളോവേഴ്സിന്. അതെ. അതുപോലെ ഇനി എന്താ ചേട്ടൻ്റെ ഒരു ഇത് ലൈക്ക് സത്യം പറഞ്ഞാൽ ലൈക്ക് ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. കാരണം ഇഷ്ടപ്പെടുന്ന മോഡൽസ് കാസും എല്ലാം വന്ന് എനിക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ എനിക്ക് ഈ ഒരു ഷോപ്പ് മുഖേന എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെടാനും. ഇത് M3 ആണ്, E30 റാലി എഡിഷൻ, ഗൾഫ് എഡിഷൻ. ഓക്കെ. അതെ. പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് ഡോഡ്ജിന്റെ ചലഞ്ചർ SRT. നല്ല ഡീറ്റെയിലിംഗ് ആണ്. സത്യം. ഇതിന്റെ എല്ലാ കളേഴ്സും വരുന്നുണ്ടോ? ഇതില് 4 കളർ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ വരുന്നത് റെഡ്, പിന്നെ ഗ്രേ വരുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോ കാണുന്നവർ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 51 കാറുകളാണ് ഗീവ് അവേ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഗീവ് അവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമലി പലരും കമൻ്റ് ആയിട്ട് യൂട്യൂബിൽ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗീവ് അവേ നടത്തുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പം ഈ വണ്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബ്ബ ഷോപ്പ്, അങ്ങനെയല്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്? അബ്ബ ഓൺലൈൻ ഷോപ്പ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ പേജിന് ഇത് വരുന്നത്, അബ്ബ ഷോപ്പി. അബ്ബ ഷോപ്പി. അപ്പം പിന്നെ എൻ്റെ അർജുൻ _ഫോട്ടോഗ്രാഫി. അപ്പോൾ ഈ 2 പേജും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ 5 ഫ്രണ്ട്സിന് ഈ നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം ഒന്നുകിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗീവ് അവേ നടത്തുന്നത്. അപ്പം അങ്ങനെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ടാഗ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അതിനുശേഷം നമ്മൾ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ ഫെബ്രുവരി 24 വാലന്റൈൻസ് ഡേ ആണ്, ദിവസമാണ്. ഇത് ഫെബ്രുവരി 14. അപ്പം 24 ആയിരിക്കും നമ്മളിതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും പല ആളുകളും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചേട്ടാ ഫ്രീ ആയിട്ട് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ്. 51 വണ്ടികളാണ്. അപ്പോൾ ഇനി ഇതിൽ കുറച്ചെണ്ണം പരിചയപ്പെടുത്താം. 1/24 സ്കെയിലിൽ 10 വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ 1/32 സ്കെയിലിലും 10 എണ്ണം ഉണ്ട്. പിന്നെ 1/64 10 ഹോട്ട് വീൽസ് ഉണ്ട്. പിന്നെ 1/36 ഉണ്ട്, 1/43 ഉണ്ട്. 1/36 അത് മൈസ്റ്റോന്റെ ആണ്. മൈസ്റ്റോനാണ്, ബ്രാൻഡഡ് ലൈസൻസ്ഡ് ആണ്. അടിപൊളി. നല്ല അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ലൈസൻസ് പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത്. എനിക്കൊന്ന് ഒരു 10-80,000 രൂപയുടെ വാല്യൂ ഉള്ള വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഫെറാറി ഉണ്ട്. പിന്നെ രാജാവിനെ ആഗ്രഹിക്കുന്ന ഒരു കാറുകളുടെ രാജാവായ റോൾസ് റോയ്സ് ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, പിന്നെ ടൈപ്പ് ആർ, ഹോണ്ട ടൈപ്പ് ആർ ഉണ്ട്. ഇത് നല്ല ഹോണ്ട. അതെ അതെ. സിവിക് ടൈപ്പ് ആർ. ഡോഡ്ജ് ചാർജർ ഉണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അത്യാവശ്യം ഒരു വിന്റേജ് കാറാണ് ടൊയോട്ടയുടെ AE86. പിന്നെ മസ്താങ് ഉണ്ട്. പിന്നെ പോർഷെ 911 GT3. അതെ അതെ അതെ. അടിപൊളി. പിന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിലും ആൾക്കാർ ആഗ്രഹിക്കുന്ന വണ്ടികൾ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ. അല്ലാതെ നമ്മൾ ചിലവാകാത്ത ഏതെങ്കിലും വണ്ടി ഗീവ് അവേ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. 51 കാറുകളാണ് കൊടുക്കുന്നത്. 51 പേർക്കായി കിട്ടും. അതെ അതെ. നമ്മുടെ ജോജി ചേട്ടൻ പുള്ളി ഒരു വണ്ടിയാണ് കൊടുക്കുന്നത്, പക്ഷെ നമ്മൾ 51 വണ്ടി അറ്റ് എ ടൈം കൊടുക്കുക. അപ്പോൾ ജോജി തമ്പി ഇൻസ്പയർ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറേ ഗീവ് അവേസ് ഇപ്പോൾ വരുന്നത്. നമ്മളിപ്പോൾ ഹോട്ട് വീൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ മെയിൻ ലൈൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല മെയിൻ ലൈൻസ് കാറുകളൊക്കെയാണ്. മെയിൻ ലൈനിലും കുറെ നല്ല റെയർ ആയിട്ടുള്ള മോഡൽസ് ഹോട്ട് വീൽസിന്റെ കുറെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മസ്റ്റാങ് ഉണ്ട്, പിന്നെ സുബ്രു ഉണ്ട്, പിന്നെ ബ്രോങ്കോ ഉണ്ട്, ഓഡി ഉണ്ട്. 3 ഉണ്ട്. ഓക്കെ, 3 മസ്താങ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി വണ്ടികളുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഡോഡ്ജ് ചാർജർ ഉണ്ട്. അതെ അതെ, ഡോഡ്ജ് ചാർജർ ആണ്. ഇത് ഏതോ മൂവിയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഫ്യൂരിയസിൽ ഇതിന്റെ ബ്ലാക്ക് ഭയങ്കര ഫേമസ് ആണ്. അതെ അതെ.
ബ്ലാക്കും ഉണ്ട് നമ്മുടെ അടുത്ത്, എല്ലാ സ്കെയിലും ബ്ലാക്ക്, ഇതിന്റെ പല കളർ ചേഞ്ചുകളും. ഈ കാണുന്ന വണ്ടികളൊക്കെ നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നതാണ്. ഇതിന്റെയൊക്കെ കളർ വേരിയേഷൻ നമ്മുടെ അടുത്തുണ്ട്. കൂടുതൽ ഇതിപ്പോ നമ്മൾ ജസ്റ്റ് നമുക്ക് വിരലിലെണ്ണാവുന്ന കുറച്ച് ഐറ്റംസ്, കൂടുതൽ വെറൈറ്റികൾ നമ്മുടെ ഷോപ്പിലുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഗീവ് അവേ കിട്ടുമ്പോൾ വിന്നറിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. 24-ാം തീയതി നമ്മൾ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി. അബ്ബ പേജിൽ ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ഗിഫ്റ്റ് എല്ലാം കൊറിയർ ആയിട്ടായിരിക്കും, ഏതെങ്കിലും സർവീസ് വരികയായിരിക്കും. നമ്മൾ അവരെ ബന്ധപ്പെട്ട് അവരുടെ അഡ്രസ്സ് മേടിച്ച് നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് അയച്ചു. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഗീവ് അവേ കിട്ടിയവർക്ക് വീണ്ടും വണ്ടികൾ മേടിക്കണമെങ്കിൽ ഈ മാസം 28-ാം തീയതിക്കുള്ളിൽ തന്നെ മേടിക്കുക. കാരണം ഓഫർ 10% നിങ്ങൾക്ക് കിട്ടും. ഫോളോവേഴ്സ്, നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മളിപ്പോൾ അവിടെ നിലവിൽ വിൽക്കുന്ന, ഇപ്പം ഞാനിപ്പോൾ അവിടെ വിൽക്കുന്ന 1200 രൂപയുടെ ഓഫറിലുള്ള കാറാണെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ആണെന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ 10% അഡീഷണൽ ഡിസ്കൗണ്ട് ഈ ഒരു മാസം ലാസ്റ്റ് നമുക്ക്. അപ്പോൾ എന്തായാലും സ്പെഷ്യൽ ഓഫർ. അപ്പോൾ എന്തായാലും ഈ ഗീവ് അവേയിൽ നിങ്ങൾ ഉറപ്പായിട്ടും പങ്കെടുക്കണം. ഇതുപോലെ അടിപൊളി ഗീവ് അവേ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പം 51 കാർ കൊടുക്കാൻ പറ്റി, നാളെ 101 കാറാവും കൊടുക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഇന്ന് 51 കാർ നമ്മൾ കൊടുത്തെങ്കിൽ അടുത്ത തവണ 101 കാറുകളായിരിക്കും 1/18 അതുപോലെ തന്നെ 1/20 കൂടുതൽ. ഇപ്പൊ 1/18 തന്നെ 10 ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്റെ ഷോപ്പ് ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും, വേറെ ലെവലാക്കണം. പിന്നെ അതുപോലെ ഷോപ്പ് നമ്മുടെ എവിടെയെന്ന് കറക്റ്റ് ആണ് ചേട്ടൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എറണാകുളത്ത് നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഉള്ളൂ. അതായത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിന് കഴിഞ്ഞിട്ട് അവിടുന്ന് വരുമ്പോൾ ഗോശ്രീ ജംഗ്ഷൻ്റെ 4ാമത്തെ പാലം കഴിഞ്ഞാൽ ഗോശ്രീ ജംഗ്ഷൻ ഉണ്ട്. ഗോശ്രീ പാലത്തിന് 4ാമത്തെ പാലം ഗോശ്രീ ജംഗ്ഷൻ. വൈപ്പിൻ കാളമുക്ക് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അവിടെ അൽസാജിന്റെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ചട്ടിച്ചോറൊക്കെ വിൽക്കുന്ന ഹോട്ടലുണ്ട്. ആ ഹോട്ടലിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ എന്തായാലും ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും ചേട്ടനെ പോയി കണ്ടാൽ മതി. ചേട്ടൻ അവിടെ കാണും. എന്തായാലും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫറും കിട്ടും. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പം താങ്ക് യു.